ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബീഫ് മന്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കട്ടെ. ഇത് കണ്ടില്ല, ഇതിൽ ബീഫിൻ്റെ പീസുകളൊക്കെ നല്ലൊരു സോഫ്റ്റാണ് കേട്ടോ. അതേപോലെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. 1 കിലോ ബീഫ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞതും, ഒരു 1/4 കപ്പ് മല്ലിയില ചെറുതായി അരിഞ്ഞതും, അതേപോലെ ഒരു 1/4 കപ്പ് പുതിന ഇല ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും കുരുമുളകും ചതച്ചതാണ്. പിന്നെ ഒരു പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പ്, പിന്നെ 2 മാഗിയുടെ ബീഫ് സ്റ്റോക്ക്. ഇനി ബീഫിൻ്റെ സ്റ്റോക്ക് ഇല്ലെങ്കിലും ചിക്കൻ്റെതായാലും കുഴപ്പമില്ല. ഒരു നാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ഉപ്പ് കുറച്ച് മതി കേട്ടോ. പിന്നെ 1/4 കപ്പ് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കട്ടെ. നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണേ. ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. ഒരുപാടങ്ങ് വെന്ത് ഉടയുണ്ട്. ഒരു 4-5 വിസിൽ മതിയാണ്. ഈ 2 കപ്പ് സെല്ലാ ബസ്മതി നന്നായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അരി വേവിക്കാണ്ട് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ഡ്രൈ ലെമൺ, പിന്നെ ഒരു കഷ്ണം പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരി ഇട്ടിട്ട് വേവിച്ചെടുക്കട്ടെ. അരി ഒരു 3/4 ഭാഗത്തോളം വെന്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ ബീഫിലെ ഓയിലൊന്ന് കുറച്ചൊരു കോരി മാറ്റട്ടെ. ഇത് ചോറിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ സാധാരണ മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ റൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ മാറ്റി വെച്ച ബീഫ് സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും റൈസ് ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ പച്ചമുളക് കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ചൊരു സാഫ്രോൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കളർ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള ബീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.